ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 നടന്ന ഒരു ബാങ്കിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബാങ്കിങ്ങിൻ്റെ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ബാങ്കിങ്ങിൻ്റെ ഒരു ഭാഗം അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതിനുശേഷം ഇത് രണ്ടാമത്തെ ഭാഗം പാർട്ട് 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2024 എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും ജൂനിയർ ക്ലർക്കും ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് പറയണത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബാങ്കിങ് ക്വസ്റ്റ്യൻസ്, അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്. 17/8/2024 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണിത്, അസിസ്റ്റൻറ്റ് സെക്രട്ടറിയുടെ. ഒന്നാമത്തെ ചോദ്യം, BR Act was made applicable to cooperative banks from which year? ഓപ്ഷൻ A 1881, ഓപ്ഷൻ B 1949, ഓപ്ഷൻ C 1955, ഓപ്ഷൻ D 1966. അപ്പോൾ 1966 കോപ്പറേറ്റീവ് ബാങ്ക്സിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. 1966 കോപ്പറേറ്റീവ് ബാങ്ക്സിന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അപ്ലിക്കബിളായി വന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 1, 2, 3 ചോദ്യങ്ങൾ BR ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 1, 2, 3 ചോദ്യങ്ങൾ നോക്കിയതിന് ശേഷം ഈ 3 ചോദ്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ 3 ചോദ്യങ്ങളുടെ ഫാക്ട്സും നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം നോക്കാം. Which among the following institutions is excluded from the BR Act? താഴെ പറയുന്നവയിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് BR ആക്റ്റിൽ നിന്നും എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതെന്നാണ്. ഓപ്ഷൻ എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഓപ്ഷൻ ബി പബ്ലിക് സെക്ടർ ബാങ്ക്സ്, ഓപ്ഷൻ സി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഓപ്ഷൻ ഡി റീജിയണൽ റൂറൽ ബാങ്ക്സ്. ആരെയാണ് ഉൾപ്പെടുത്താത്തത്? സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളെയാണ് BR ആക്ടിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ഇൻ കേസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ബാങ്കിങ് കമ്പനീസിൻ്റെ ഏത് ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ ബാങ്കിങ് കമ്പനീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷെഡ്യൂൾസ് വരുന്നത് എവിടെയാണ്? BR ആക്റ്റിലാണ് അല്ലെ, ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റിലാണ്. ഓപ്ഷൻ എ ഷെഡ്യൂൾ 12, ഓപ്ഷൻ ബി ഷെഡ്യൂൾ 11, ഓപ്ഷൻ സി ഷെഡ്യൂൾ 10, ഓപ്ഷൻ ഡി ഷെഡ്യൂൾ 9. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഷെഡ്യൂൾ 12 ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് കൂടുതൽ അറിയാം. എന്നാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത്? എന്നാണ് അതിന് ആ പേര് നൽകപ്പെട്ടത്? ഇതെല്ലാം പഠിക്കണം. ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന പേരിലാണ് ആദ്യമായി ആക്ട് 10 of 1949 1949 നിലവിൽ വരുമ്പോൾ അതിൻ്റെ പേരെന്തായിരുന്നു? ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു കേട്ടോ. ആക്ട് 10 of 1949 ആയിട്ടാണ് അത് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർഷം പഠിച്ചു വെക്കണം. 1949 1949 ആക്ട് 10 ആയിട്ടാണ് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന പേരിലാണ് ആദ്യം നിലവിൽ വരുന്നത് കേട്ടോ. അത് പാസ് ചെയ്യുന്ന വർഷം, കെയിം ഇൻ ടു ഫോഴ്സ് ചെയ്യുന്നതും എല്ലാം പഠിക്കണം. ബാങ്കിങ് കമ്പനീസ് വാസ് പാസ്ഡ് ഇൻ എന്നാണ്? 10/3 കേട്ടോ. അപ്പം ആക്ട് 10 അപ്പോൾ അതുകൊണ്ട് തന്നെ 10/3 എന്ന് ആലോചിച്ച് വയ്ക്കാം. ആക്ട് 10 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 10/3 1949 പാസ്സാക്കുന്നത്. മാർച്ച് 10 പാസ്സാക്കുന്നത് കേട്ടോ. കാരണം പാസ്സാക്കുന്നത് എപ്പോഴും മാർച്ച് മാസത്തിലാണ് നമുക്ക് പരീക്ഷകൾ ഉണ്ടാവുക. അത് ആലോചിച്ചാൽ മതി. പാസ്ഡ് ഇൻ എന്നല്ലേ പറയാം. അപ്പോൾ മാർച്ച് മാസത്തിൽ നമുക്ക് പരീക്ഷകളുണ്ടാവും. അപ്പോൾ 10 ആക്ട് 10 തന്നെ മാർച്ച് മാസത്തിൽ 1949 പാസ് ചെയ്യുന്നത് എന്ന് ആലോചിക്കുക. പാസ്സാവും. പരീക്ഷ എഴുതിയാലല്ലേ പാസ്സാകുള്ളൂ നമ്മൾ. അത് കഴിഞ്ഞ് കെയിം ഇൻ ടു ഫോഴ്സ് വരുന്നത് 16/3/1949 കേട്ടോ. അപ്പോൾ 10 അവിടെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ 16 നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. 16/3 നിലവിൽ വരുന്നത്. കെയിം ഇൻ ടു ഫോഴ്സ് വരുന്നത് എങ്ങനെയാണ്? 16/3 അത് ശരിക്കും നിലവിൽ വരുന്നത്. ഓക്കെ,
പാസ് ചെയ്തു. പിന്നെ അത് ശരിക്കും പ്രാബല്യത്തിൽ വരുന്നത് 16/3/1949. അപ്പോൾ 2 വർഷം പഠിച്ചു വയ്ക്കുക. 3 പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞിട്ടാണ് ആക്ട് ആദ്യം പാസ്സാക്കിയത്. ആക്ട് 10/1949 ആണ്. എന്നാണ് പാസ് ചെയ്തത്? 10/3/1949 പാസ് ചെയ്യുന്നത്. എന്നാൽ കെയിം ഇൻ ടു ഫോഴ്സോ 16/3/1949 ഓക്കെ. ഇനി ബാങ്കിങ് കമ്പനീസ് ആക്ട് റീനെയിം ചെയ്യുന്നത് എപ്പോഴാണ്? അതിനെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആക്കി മാറ്റുന്നത് എപ്പോഴാണ്? അത് 1966 ഒരു പ്രധാനമായ അമെൻമെൻറ്റ് വന്നതിന് ശേഷമാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആക്കുന്നതും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ എല്ലാം ഇതിൻ്റെ പരിധിയിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതും ഈ സമയത്താണ്. 1966 65 ആക്ട് വരുന്നത്, 66 നിലവിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് വന്നാൽ അതും മാർച്ച് മാസമാണ്, 1/3/1966. അപ്പോൾ ഡേറ്റ് അടക്കം പഠിച്ചു വെക്കണം കേട്ടോ. മാർച്ചിൻ്റെ കളിയാണ് 1/3/1966. അപ്പോൾ ഇത്രയും ഫാക്ട് കിട്ടിയില്ലേ? വൃത്തിക്ക് പഠിച്ചു പോവുക തുടക്കത്തിൽ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതിൻ്റെ ആക്ട് വരുന്നത് 65 കേട്ടോ. 65 അമെൻമെൻറ്റ് വന്ന് കെയിം ഇൻ ടു ഫോഴ്സ് വരുന്നത് 1/3/1966. അപ്പോൾ 1966 65 ഓപ്ഷനിൽ വന്നാലും 65 എഴുതാം കേട്ടോ. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽപ്പെടാത്തത് ആരാണ്? ആരൊക്കെയാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പരിധിയിൽപ്പെടാത്തത് എന്ന് പറയുന്നത് BR ആക്ടിൻ്റെ സെക്ഷൻ 3 ഏതിലാ? BR ആക്ടിൻ്റെ സെക്ഷൻ 3 പരിധിയിൽപ്പെടാത്തവരെ കുറിച്ച് പറയുന്നത്. ആർക്കൊക്കെയാണ്? ചില കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതായത് നമ്മുടെ PACS. പിന്നെ ലോങ് ടേം കൊടുക്കുന്ന ഒരു സൊസൈറ്റീസും വരണില്ല. നമ്മുടെ കാർഡ് ബാങ്ക്, കാസ്കാഡ് ബാങ്ക് പോലെയുള്ള ലോങ് ടേം കൊടുക്കണ വായ്പകൾ കൊടുക്കുന്നതൊന്നും എന്തില്ല, ഇതിൽ വരില്ല കേട്ടോ. ലോങ് ടേം കൊടുക്കുന്നവരും വരില്ല, പിന്നെ ആരും വരില്ല, PACSും വരില്ല. അതുകൊണ്ടാണ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ് നമ്മുടെ ഇതിൻ്റെ ഭാഗമായത് കേട്ടോ. PACSൽ ഉൾപ്പെട്ടാണ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. അതുകൊണ്ടാണ് അവരിതിൻ്റെ ഭാഗമല്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ചില കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ബാധകമല്ല എന്ന് പറഞ്ഞു. അത് പറയുന്ന BR ആക്ടിൻ്റെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 കേട്ടോ. അത് പറഞ്ഞത് സെക്ഷൻ 3 അപ്പോൾ ആർക്കൊക്കെ ബാധകമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു PACS ആൻഡ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഭൂപണയ ബാങ്കുകൾ. അവരാണ് ലോങ് ടേം വായ്പ കൊടുക്കുന്നവർ. അപ്പോൾ അവർക്ക് 2 കൂട്ടർക്കും ഇത് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. ഇത് ബാധകമല്ല എന്ന് പറയണത് മാത്രമല്ല, അവർ ബാങ്കർ ബാങ്കിങ് എന്ന ഒരു ടേം ഉപയോഗിക്കാൻ പാടില്ല എന്നും, ചെക്കുകൾ പോലത്തെ, അതായത് ബാങ്കുകൾ ചെയ്യുന്ന അങ്ങനത്തെ ഇടപാടുകൾ ചെയ്യാൻ പാടില്ല എന്നും സെക്ഷൻ 3 പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിൽ കടക്കുമ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് BR ആക്ടിൻ്റെ ബാങ്കിങ് കമ്പനീസിൻ്റെ ഷെഡ്യൂൾസിനെ കുറിച്ചിട്ടാണ് മൂന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ബാങ്കിങ് കമ്പനീസിന് എത്ര ഷെഡ്യൂളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളും കൂടി നോക്കാം. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന് 56 സെക്ഷൻസ് ആണുള്ളത്. എത്ര സെക്ഷൻസ് ഉണ്ട്? 56 സെക്ഷൻസ് ആണുള്ളത്. 5 ഷെഡ്യൂളുകളുണ്ട്, 5 പാർട്ടുകളുമുണ്ട്. 5 ഷെഡ്യൂളുകളുണ്ട്, 5 പാർട്ടുകളുമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ട് മൊത്തം 16 ഷെഡ്യൂളുകളാണ് നമ്മുടെ ബാങ്കിങ് കമ്പനീസിനുള്ളത്. ബാങ്കിങ് കമ്പനീസിന് എത്ര ഷെഡ്യൂളുകളുണ്ട്? 16 ഷെഡ്യൂളുകളാണുള്ളത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടത്, അതായത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അല്ലേ. അപ്പോൾ അത് ഒക്കെ കൂടിയിട്ട് എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? 16 ഷെഡ്യൂൾസ് ഉണ്ട്. അതിൽ ഈ 16 ഷെഡ്യൂൾസിൽ 12 ഷെഡ്യൂളും ആരുമായി ബന്ധപ്പെട്ടാണെന്നറിയോ? ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. 12 ഷെഡ്യൂളും 1 മുതൽ 12 വരെയുള്ള ഷെഡ്യൂൾ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കി വരുന്ന 4 എണ്ണം 13, 14, 15, 16 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ 12 ഷെഡ്യൂൾ ഏതാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന് നോട്ട് ചെയ്ത് വെക്കോളൂ കേട്ടോ. ഒന്നാമത്തെ ഷെഡ്യൂൾ ക്യാപിറ്റലാണ്, രണ്ടാമത്തേത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്, മൂന്നാമത്തെ ഡെപ്പോസിറ്റ് ആണ്, നാലാമത്തെ ബോറോവിങ്സ് ആണ്.
അഞ്ചാമത്തെ അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ആണ്. ആറാമത്തെ ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് RBI ആണ്. ഏഴാമത്തെ ബാലൻസസ് വിത്ത് ബാങ്ക് ആൻഡ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. എട്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഒമ്പതാമത്തെ അഡ്വാൻസസ് ആണ്. പത്താമത്തെ ഫിക്സഡ് അസറ്റ്സ് ആണ്. 11ാമത്തെ അതർ അസറ്റ്സ് ആണ്. 12ാമത്തെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. അതാണ് നമ്മുടെ ചോദ്യം വന്നത് കേട്ടോ, കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ ഇതുവല്ല കോഡ് വെച്ചോ എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്തിരിക്കുക നിങ്ങൾ. പ്രധാനപ്പെട്ട നിങ്ങൾക്ക് 10 ഫിക്സഡ് അസറ്റ് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, 1 ക്യാപിറ്റലാണ്, 3 ഡെപ്പോസിറ്റ് ആണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് വെച്ച് ഓർത്തിരിക്കുക. 12 വരെ മിനിമം ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു മാർക്ക്, അരമാർക്ക് വെറുതെ കളയണ്ടെന്ന് മാത്രം. അതിപ്പോൾ PSCയിലാണെങ്കിൽ 1 മാർക്കായി, നമ്മുടെ CSEB ആണെങ്കിൽ 1/2 മാർക്കാണ്. അപ്പോൾ CSEBയിൽ തന്നെ ഇപ്പോൾ 3 ചോദ്യങ്ങൾ നമ്മുടെ BR ആക്റ്റുമായി ബന്ധപ്പെട്ട് വന്നു. ചിലപ്പോൾ 4 ചോദ്യങ്ങൾ വരാം. അപ്പോൾ 2 മാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. BR ആക്ട് പഠിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് 12ാമത്തെ ഷെഡ്യൂളിലാണ് വരുന്നത്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് 4 ഷെഡ്യൂളുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 13ാമത്തെ ഷെഡ്യൂൾ വരുന്നത് ഇൻട്രസ്റ്റ് ഏൺഡ് ആണ്. 14ാമത്തെ അതർ ഇൻകം ആണ്. 15ാമത്തെ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ആണ്. 16ാമത്തെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് കേട്ടോ. അങ്ങനെ ടോട്ടൽ 16 ഷെഡ്യൂളുകളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ട് 12 ആണെന്നും മറ്റ് 4 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ളതെന്നും ഓർത്തിരിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ 5 പാർട്ടുകളെ കുറിച്ച് പറഞ്ഞു. അതും കൂടി വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ. പാർട്ട് 1 ഇൻട്രൊഡക്ഷൻ ആണ്, പ്രിലിമിനറി ആണ്. പാർട്ട് 2 എന്താണ്? ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത് പാർട്ട് 2ലാണ്. പാർട്ട് 3 സസ്പെൻഷൻ ഓഫ് ബിസിനസ് ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. പാർട്ട് 4 മിസ്സലേനിയസ് ആണ്. പാർട്ട് 5 ആപ്ലിക്കേഷൻ ഓഫ് ദ ആക്ട് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു 56 സെക്ഷൻസ് ആണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനുള്ളതെന്ന്. അപ്പോൾ ഈ 56ാമത്തെ സെക്ഷൻ, അതായത് പാർട്ട് 5 56ാമത്തെ സെക്ഷനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ചെയ്യേണ്ട ചട്ടങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആർക്ക്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് 5 ആണ്. സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാലോ 56 കേട്ടോ. അപ്പോൾ അത് രണ്ടും ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഈ 3 ചോദ്യമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്താണ്? ഷെഡ്യൂൾ 12 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാൽ 4ാമത്തെ ചോദ്യം, ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ഡാഷ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ടു മെയിൻറ്റെയിൻ എ റെക്കോർഡ് ഫോർ ഓൾ ഫോം ഓഫ് ട്രാൻസാക്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കാണെന്നാണ് കേട്ടോ. ഏത് ആക്ട് പ്രകാരമാണ് ഈ റെക്കോർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അപ്പോൾ അതിൽ ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് കമ്പനീസ് ആക്ട് 1956, ബി പറഞ്ഞിട്ടുള്ളത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനീസ് റെഗുലേഷൻ ആക്ട് 2005 ആണോ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണോ, PMLA ആക്ട് 2002 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ഉത്തരം? PMLA ആക്ട് ആണ് കേട്ടോ. PMLA ആക്ട് 2002 പ്രകാരമാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ടു മെയിൻറ്റെയിൻ എ റെക്കോർഡ് ഫോർ ഓൾ ഫോം ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. PMLA ആക്ട് വെച്ചിട്ടാണ് അത് പറയണത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ PMLA ആക്ട്? അതിൻ്റെ ഫുൾ ഫോം എന്താണ്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002. അപ്പോൾ എന്നാണിത് നിലവിൽ വരുന്നത്? 1 ജൂലൈ 2000 ആക്റ്റാണ് കേട്ടോ. 2002 ശരിക്കും ഈ PMLA ആക്ടിൻ്റെ കറക്റ്റായിട്ട് വിത്ത് എഫക്റ്റ് ഫ്രം എന്ന് പറഞ്ഞ ഡേറ്റ് വരുന്നത് 1 ജൂലൈ 2005 മുതലാണ് കേട്ടോ. ശരിക്കും പ്രാബല്യത്തിൽ വരുന്നത് 1 ജൂലൈ 2005 മുതലാണ്. പക്ഷേ ഈ 2002 നമ്മൾ ഓപ്ഷൻസിലൊക്കെ കാണുക. PMLA ആക്ട് എന്ന് വെച്ചാൽ എന്താണ്? 2002 എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അത് കൺഫ്യൂസ് ആക്കരുത്. പിന്നെ ഇത് വിത്ത് എഫക്റ്റ് ഫ്രം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ, ഡേറ്റ് അടക്കം ചോദിച്ചാൽ മാത്രമേ ഇതിന് പ്രാബല്യമുള്ളൂ. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ എനാക്റ്റഡ് ബൈ ദ ഇന്ത്യൻ ഗവൺമെൻറ് ടു പ്രിവെൻറ്റ് മണി ലോണ്ടറിങ്. കള്ളപ്പണം വെളുപ്പിക്കുക, പിന്നെ ഈ ഇല്ലീഗലായിട്ടുള്ള ട്രേഡ്, സ്മഗ്ലിങ്, പിന്നെ അതുപോലെ തന്നെ
ദേശദ്രോഹപരമായിട്ടുള്ള ഫണ്ടുകളൊക്കെ പിരിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളും, പലതരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള പരിപാടി ഉണ്ടാക്കുക. അതാണല്ലോ ഈ മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ എതിരെയുള്ള ഒരു ആക്ട്, പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ആക്ടാണ് എന്ത്, PMLA ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ദിസ് ആക്ട് ആൻഡ് റൂൾസ് ഇമ്പോസ് ഒബ്ലിഗേഷൻ ഓൺ ബാങ്കിങ് കമ്പനീസ്, കുറച്ച് ഒബ്ലിഗേഷൻസ് ഇമ്പോസ് ചെയ്യുന്നുണ്ട് ബാങ്കിങ് കമ്പനീസിനുണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻ്റർമീഡിയറീസ് ടു വെരിഫൈ ദ ഐഡൻറ്റിറ്റി ഓഫ് ദ ക്ലയൻസ് and maintain records and furnish this information prescribed form to Financial Intelligence Unit of India. അതാണ് ഇതിൽ പറയണം കേട്ടോ. അതായത് ദിസ് ആക്ട് ആൻഡ് റൂൾസ് ഇമ്പോസ് ഒബ്ലിഗേഷൻസ് ഓൺ ബാങ്കിങ് കമ്പനീസ്, ബാങ്കിങ് കമ്പനീസിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻ്റർമീഡിയറീസിനും ഒക്കെ എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്, വെരിഫൈ ചെയ്യണം, ക്ലയൻസിൻ്റെ ഐഡൻറ്റിറ്റി പരിശോധിക്കണം എന്ന് പറയുന്നത്. KYC ഉണ്ട്, പക്ഷേ ആ KYC ഒക്കെ വളരെ കർക്കശമായിട്ട് നോക്കണം എന്നാണ് പറയണത്. മെയിൻറ്റെയിൻ ചെയ്യണം അതിൻ്റെ റെക്കോർഡുകളെല്ലാം. എന്നിട്ട് ഈ ഇൻഫർമേഷൻസ് എല്ലാം ഫർണിഷ് ചെയ്യണം. ആർക്ക്? പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ. ആർക്കാണ് കൊടുക്കേണ്ടത്? FUIND എന്ന സ്ഥാപനത്തിന് കൊടുക്കണം. അപ്പോൾ നമ്മൾ FUIND കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താ അത്? ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ. അതാണ് അവിടെ, അതിനാണ് കൊടുക്കേണ്ടത്. ഈ ഫോമുകളൊക്കെ ഈ ആക്ട് പ്രകാരം കളക്ട് ചെയ്ത് ഇൻഫർമേഷൻസൊക്കെ അവർക്ക് കൊടുക്കണം. ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യക്ക് കറക്റ്റായിട്ട് അയച്ചു കൊടുക്കണം, പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ കൊടുക്കണം എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഈ പഠിക്കണതിൻ്റെ കൂടെ നമ്മൾ എന്തും അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ എന്നും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കിയിട്ട് പോവാം. ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഒരു ഓർഗനൈസേഷനാണ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ, മിനിസ്ട്രി ഓഫ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷനാണ് എന്ത്, FIU Ind എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് കളക്ട്സ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻറ്റ് ഇൻഫോർമേഷൻസ് അബൌട്ട് എല്ലാ ഓഫീസേഴ്സും നമുക്ക് അണ്ടർ ദ PMLA ആക്ട് 2002 പ്രകാരമുള്ള എല്ലാ ഇൻഫോർമേഷൻസ് അവർ ഇൻ്റലിജൻസ് യൂണിറ്റ് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എന്നാണ് അവർ സെറ്റപ്പ് ചെയ്തത്? നവംബർ 18, 2004 കേട്ടോ സെറ്റപ്പ് ചെയ്തത്. ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇവർക്കിപ്പോൾ റിപ്പോർട്ടുകളൊക്കെ കിട്ടി. പിന്നെ ഇവരുടെ പണി എന്താ? ഇവർ നേരെ അത് എവിടേക്ക് കൊടുക്കുന്നുണ്ട്? റിപ്പോർട്ട്സ് ഡയറക്റ്റ്ലി ടു ദ എക്കണോമിക് ഇൻ്റലിജൻസ് കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ നിർമ്മല സീതാരാമനാണ് ഇപ്പോഴത്തെ, അതായത് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും അതിൻ്റെ ഹെഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് നേരെ റിപ്പോർട്ട് പോകുന്നുണ്ട് EICക്ക്. EIC എന്ന് വെച്ചാൽ എക്കണോമിക് ഇൻ്റലിജൻസ് കൗൺസിലാണ് EIC കേട്ടോ. അപ്പോൾ ഇവർ നേരെ റിപ്പോർട്ട് കളക്ട് ചെയ്തിട്ട് ഇവർ നേരെ ആർക്ക് കൊടുക്കും? EICക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. എവിടുന്നാ ചോദ്യം വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഉള്ളിലേക്ക് കടന്നിട്ടാവും ചോദിക്കുക. അപ്പോൾ ഇവരുടെ വർഷം, FIUൻ്റെ വർഷം ചോദിക്കുകയാണെങ്കിൽ 18 നവംബർ 2004 ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ന്യൂഡൽഹി ആണെന്ന് ഒക്കെ ഓർത്ത് വയ്ക്കാം. പിന്നെ ഇവർ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എത്ര ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം, ബാങ്കുകൾ, ഇൻഫർമേഷൻ കമ്പനീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. കുറച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ അടുത്ത ചോദ്യം എന്താ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ക്ലിയറിംഗ് ഏജൻസി ഫോർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്? ഇതേ ടൈപ്പ് വേറൊരു ചോദ്യമാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ ക്ലിയർ ചെയ്യുന്നത് ആരാണ്? ക്ലിയറിംഗ് ഏജൻസി ആരാണെന്നാണ് അടുത്ത ചോദ്യം. ആരാണ് ക്ലിയറിംഗ് ഏജൻസി? അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ആണ് നോക്കാം. ഓപ്ഷൻ എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി CCIL. എന്താണ് ഈ CCIL? ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് കേട്ടോ. അവരുടെ ഷോർട്ട് ഫോമാണ് CCIL. പിന്നെ മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് RBI ആണ്. നാലാമത്തെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ SEBI ആണ്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് തോന്നാം അല്ലേ, ക്ലിയറിംഗ് ഏജൻസി എന്താണ്? നമ്മൾ തീർച്ചയായിട്ടും RBI എടുത്ത് കുത്തും. RBI അല്ല ഉത്തരം, CCIL ആണ് ഉത്തരം കേട്ടോ. RBI അല്ല, CCIL ആണ്. ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ക്ലിയറിംഗ് ഏജൻസി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. CCIL എന്ന് വെച്ചാൽ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇവരെന്താ ചെയ്യണത്? ഓഫേഴ്സ് ഗ്യാരണ്ടീഡ് ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഫോർ ട്രാൻസാക്ഷൻസ് ഇൻ മണി, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഡെറിവേറ്റീവ്സ് മാർക്കറ്റ്സ്. ഇവരെയൊക്കെ ഡീൽ ചെയ്യുന്നതാണ് എന്ത്? CCIL എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ ഡേറ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടേ? ഏപ്രിൽ 2001 കേട്ടോ ഇവരുടെ ഡേറ്റ് വരുന്നത്. ഇവർ ഒരു കൗണ്ടർ പാർട്ടി
സെൻട്രൽ കൗണ്ടർ പാർട്ടി എന്ന് പറയാം. ഇവർ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു CCP ആയിട്ടാണ്, സെൻട്രൽ കൗണ്ടർ പാർട്ടി ആയിട്ടാണ് ഇവർ ഗവൺമെൻറ്റിൻ്റെ ഒന്നുമല്ല, നോൺ ഗവൺമെൻറ് കമ്പനിയാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെയായിട്ടാണ്. CCIL നോൺ ഗവൺമെൻറ്റൽ കമ്പനി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവരൊരു സെൻട്രൽ കൗണ്ടർ പാർട്ടി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 2002 അവർ ഇതിലേക്ക് പ്രവേശിച്ചതെന്ന് പറയാം. ആക്ട് ആസ് എ സെൻട്രൽ കൗണ്ടർ പാർട്ടി എന്ന് തൊട്ടിട്ട് April 2002 തൊട്ടിട്ട് അവർ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, CCIL. അപ്പോൾ CCILനെ കുറിച്ച് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കണു. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.